ഇന്ന് ഇന്ത്യ പുരോഗതിയുടെ പാതയിലാണ്. ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ രാജ്യത്തിന്റെ ഈ പുരോഗതിക്ക് അഭൂതപൂർവമായ സംഭാവന നൽകിയിട്ടുണ്ട്. ഓരോ ക്ലിക്കുകളും ഓരോ സ്ക്രോളും രാജ്യത്തിന്റെ വികസനത്തിന് പുതിയ ഉണർവ് നൽകുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഇന്റർനെറ്റും ടെക്നോളജിയും പ്രയോജനപ്പെടുത്താനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അവയുടെ ഡിജിറ്റൽ ഇൻക്ലൂഷൻ നടക്കുകയാണ്. ഡിജിറ്റൽ ഇൻക്ലൂഷൻ എന്നതിനർത്ഥം എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഡിജിറ്റൽ ടെക്നിക്കിലേക്കും ഇന്റർനെറ്റിലേക്കും പ്രവേശനം നൽകുക. ഇന്ത്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ പ്രക്ഷേപണ മേഖലയുടെ റെഗുലേറ്ററായി പ്രവർത്തിക്കുന്ന ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഡിജിറ്റൽ ഇൻക്ലൂഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ താങ്ങാനാവുന്ന ഇന്റർനെറ്റ് സേവനങ്ങൾ ഉറപ്പാക്കുക, ഇന്റർനെറ്റ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നിവ ഉൾപ്പെടുന്നു. ട്രായ് ടെലികോം സേവനങ്ങളിൽ ആരോഗ്യകരമായ മത്സരം ഉറപ്പാക്കുന്നു. ഇത് സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും കുറഞ്ഞ വില നിലനിർത്തുകയും ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ താങ്ങാനാവുന്നതാക്കുകയും ചെയ്യുന്നു. റെഗുലേറ്ററിന്റെ നിരന്തരമായ ശ്രമങ്ങൾ കൊണ്ട് ഗ്രാമീണ കണക്ടിവിറ്റി, സ്പെക്ട്രം അലോക്കേഷൻ, ഉപഭോക്തൃ സംരക്ഷണം, ഡിജിറ്റൽ സാക്ഷരത എന്നിവയ്ക്ക് പ്രോത്സാഹനം ലഭിച്ചു. ട്രായ് നടത്തിയ കേബിൾ TV ഡിജിറ്റൈസേഷൻ വിപ്ലവകരമായ ഒരു സംരംഭമായിരുന്നു. സെറ്റ് ടോപ്പ് ബോക്സ്, മികച്ച പിക്ചർ ക്വാളിറ്റിയും ഇഷ്ടാനുസരണം TV ചാനലുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകി. ഇതിനു പുറമെ റെഗുലേറ്ററുടെ ശ്രമഫലമായി FM റേഡിയോ ഇന്ന് രാജ്യത്തിന്റെ എല്ലാ കോണിലും എത്തിയിരിക്കുന്നു. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇക്കോസിസ്റ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ട്രായ് ഇന്ത്യ ഗവൺമെന്റിന് നൽകിയ ശുപാർശകളിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, ബിഗ് ഡാറ്റ, ബ്ലോക്ക് ചെയിൻ, 5G ടെക്നോളജി എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഡിജിറ്റൈസേഷൻ മൂലം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് ഇന്റർനെറ്റും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല ജോലി ചെയ്യുന്നത് എളുപ്പമാക്കിയിരിക്കുന്നു. റെഗുലേറ്റർ കൊണ്ടുവന്ന USSD റെഗുലേഷൻ ഉപഭോക്താക്കളെ ഇന്റർനെറ്റ് ഇല്ലാതെ ഫോണിലൂടെ ബാങ്ക് ഇടപാടുകൾ നടത്താൻ പ്രാപ്തരാക്കുന്നു. ഡിജിറ്റൽ ഇൻക്ലൂഷൻ മൂലം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചുവെന്ന് മാത്രമല്ല, അവരുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടു. ഇപ്പോൾ സബ്സിഡി നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറായി നിക്ഷേപിക്കപ്പെടുന്നു. വ്യാപകമായ ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഉറപ്പാക്കാൻ നമ്മൾ ഡിജിറ്റൽ അന്തരം കുറയ്ക്കേണ്ടതുണ്ട്. ആരും പിന്തള്ളപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം. ട്രായ് കാലാകാലങ്ങളിൽ സർക്കാരിന് നൽകുന്ന ശുപാർശകളിലൂടെയും നിയന്ത്രണങ്ങളിലൂടെയും ഈ അന്തരം കുറയ്ക്കുന്നതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇൻക്ലൂഷൻ എന്നത് നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്വപ്നമാണ്. നമുക്ക് ഒരുമിച്ച് ഒരു ഡിജിറ്റൽ ഇന്ത്യ കെട്ടിപ്പടുക്കാം. അവിടെ എല്ലാ കൈകളിലെയും സ്മാർട്ട് ഫോൺ ഒരു ഉപകരണം മാത്രമല്ല, ശാക്തീകരണത്തിനുള്ള മാർഗമാണ്. Telecom Regulatory Authority of India is working towards protection of consumer rights and orderly development of the telecom and broadcasting sectors. Our endeavor is to ensure that citizens are aware of the regulations and various initiatives taken by TRAI, especially in respect of protection of consumer rights. My appeal to the citizens is to be aware of the important developments in these sectors and the mechanism for protection of consumer rights and help us in improving these services. ഇന്ന് ഇന്ത്യ പേപ്പർ ഫ്രീ, ലൈൻ ഫ്രീ, ടെൻഷൻ ഫ്രീ ആണ്. വരൂ, നമുക്ക് കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാകാം.